ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന 16-ന് ഖുർആൻ ഹിഫ്ള് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഹിഫ്ളിന് പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങളുടെ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട് യാസീനിൻ്റെ കുറച്ച് ഭാഗങ്ങളും മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ, തൽക്കീന്, തസ്ബീത്ത്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ഹദ്ദാദിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് തജ്വീദിൻ്റെ അവസാനത്തിൽ വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് മുൻ വർഷത്തെ ഒരു 3 ചോദ്യ പേപ്പറും ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കി അതിൽ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ മറ്റൊരു ഭാഗങ്ങൾ നിങ്ങൾക്ക് വരുന്നതും നിങ്ങൾ വീട്ടിൽ നിന്ന് ആരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഇടവിട്ടിട്ട് യാസീനൊക്കെ ചോദ്യം ചോദിക്കുക. പിന്നെ തൽക്കീന്, തസ്ബീത്ത്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഭാഗം മാത്രമാണ് പഠിച്ചു വച്ചിട്ടുണ്ടാവുക എന്ന് കരുതി അവസാന ഭാഗമാണ് ഭൂരിഭാഗവും ചോദിക്കാറ്. അപ്പോൾ മുഴുവനായിട്ട് പഠിക്കണം, അപ്പോഴാണ് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ ഒക്കെ അവസാന ഭാഗമാണ്, അതെപ്പോഴും ചോദിക്കാറുള്ളത്. നിങ്ങൾക്ക് ചോദ്യപേപ്പർ കണ്ടാൽ തന്നെ മനസ്സിലാകും. അതുപോലെ ഹദ്ദാദിൻ്റെ അവസാനത്തിലുണ്ട് കുറച്ച് ഭാഗം, അപ്പോൾ അതും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ 2022 ചോദ്യപേപ്പറിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 105-ാമത്തെ ആയത്ത് മുതൽ 111 വരെ നോക്കി ഓതി കൊടുക്കാനാണ് വന്നത്. അപ്പോൾ ആ നോക്കി ഓതി കൊടുക്കുമ്പോൾ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ, മഹ്റജ്, സിഫത്ത്, പിന്നെ റാഇൻ്റെ തഫീം, തർക്കീക്ക്, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ, സാക്കിനായ മീമിൻ്റെ വിധികൾ, മദ്, ഉന്നത്ത്, അതൊക്കെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് നൽകുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ വന്ന യാസീനിലെ ആയത്തുകളും മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആ, ഹദ്ദാദ് റാത്തീബിൽ നിന്ന് വന്നത്, തൽക്കീന് വന്നത് ഒക്കെ രൂപങ്ങളൊക്കെ മനസ്സിലാക്കുക. 23-ൽ നോക്കി ഓതി കൊടുക്കാൻ വന്നത് സൂറത്തുൽ ഹജ്ജിൽ നിന്നുള്ള 1-ാമത്തെ ആയത്ത് മുതൽ 4-ാമത്തെ ആയത്ത് വരെയാണ്. പിന്നെ യാസീനിൽ നിന്നും ദുആ, മയ്യിത്തിൻ്റെ ദുആ, തൽക്കീന്, തസ്ബീത്ത്, ഹദ്ദാദ്, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 24-ലും വന്നത് ഹജ്ജ് സൂറത്തിലെ 6-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് വരെ നോക്കി ഓതാനാണ്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി ഓതി കൊടുക്കുക. തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം ഓതാൻ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. ഇത്രയാണ് ചോദ്യപേപ്പറിൽ ഖുർആൻ ഹിഫ്ള് എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നന്നായി പഠിക്കുക, നന്നായിട്ട് ഓതി കൊടുക്കുക. ഓതി കൊടുക്കാൻ പറ്റാത്തവരോട് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ദിക്റുകൾ, നിസ്കാരത്തിൽ ചൊല്ലുന്നത്, അത്തഹിയാത്ത്, കുനൂത്ത്, ഉളൂവിൻ്റെ ദിക്റ്, ഉളൂവിന് ശേഷമുള്ള ദുആ, ബാങ്കിന് ശേഷമുള്ള ദിക്റ്, അങ്ങനെയുള്ള ദിക്റുകളൊക്കെയാണ് ഖുർആൻ ഓതി കൊടുക്കാൻ പറ്റാത്തവരോട് ചോദിക്കുക. അപ്പോൾ അവരൊക്കെ അതും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹദ്ദാദും ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് വോയിസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.